യുണൈറ്റഡ് കിങ്ഡം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് പാശ്ചാത്യ സംസ്കാരവും അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളും ജനത്തിരക്കേറിയ വഴികളും ട്രാഫിക്കും എല്ലാമായിരിക്കും. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി യുണൈറ്റഡ് കിങ്ഡത്തിലെ 4 രാജ്യങ്ങളിലെ ഒരു രാജ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തരുന്നത്. തനതായ സംസ്കാരവും കൃഷിയിടങ്ങളും ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കാസ്റ്റുകളും നമ്മൾ പണ്ട് കേട്ടുറങ്ങിയ പഴങ്കഥകളും ഒന്നുമല്ലെന്ന് നമ്മളെ ഈ കൊച്ചു രാജ്യം പഠിപ്പിക്കും. സഞ്ചാരികളുടെ പരദീസയായിട്ടുള്ള ഈ രാജ്യത്തിന്റെ പേരാണ് നോർത്തേൺ അയർലൻഡ്. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് നോർത്തേൺ അയർലൻഡ്. ഹലോ ഗൈസ്, വീക്കെൻഡ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇവിടെ നോർത്തേൺ അയർലൻഡിൽ നമുക്ക് സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു 6 മാസത്തിന് ഒരു സമ്മറും അതുപോലെ സ്പ്രിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ്. അപ്പം നമ്മൾ 2-3 ഫാമിലി കൂടി ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെല്ലാവരും ആനുവൽ ലീവൊക്കെ എടുത്ത് സെറ്റായി ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോകാനായിട്ട് എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ ഞാൻ ആ വീഡിയോയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഏതൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോഴും റൂട്ട് ഭയങ്കര ചലഞ്ചസ് ആയിട്ട് നമുക്ക് വരും. ഇതിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം, നമ്മൾ കാണാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നിയർ ബൈ പ്ലേസസിലായതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് അവിടെ എത്തിച്ചേരാനായിട്ട് 2 റൂട്ടുകളാണ് വന്നത്. ഒന്ന് നോർമലായിട്ട് പെട്ടെന്ന് എത്തുന്നതും പിന്നെ കോസ്റ്റൽ റൂട്ടാണ്. പക്ഷെ നമ്മൾ ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് കോസ്റ്റൽ റൂട്ടാണ്. കോസ്റ്റൽ റൂട്ട് എന്താണെന്നും അതുപോലെ അതിലൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്താണെന്നും എല്ലാം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ചലഞ്ചസ് ആയിട്ട് നമുക്ക് തോന്നിയത് ഫുഡായിരുന്നു. 3 ഫാമിലി നമ്മളോട് വരുന്നുണ്ട്, ആ കൂടെ ഒരുപാട് കുട്ടികളുമുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കുറേ ഫുഡുകളൊക്കെ, അതായത് മീറ്റ് ഐറ്റംസും അതുപോലെ ചിക്കനും എല്ലാം മാരിനേറ്റ് ചെയ്ത് കുറച്ച് പോർക്കും ബീഫും ഒക്കെ ഇവിടുന്ന് വേവിച്ചാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയത്. നമ്മൾ ഒരു 2 ദിവസത്തെ യാത്രയായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നോർത്തേൺ അയർലൻഡിലുള്ള കുറച്ച് മെയിൻ സ്പോട്ടുകളായിട്ടുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകളാണ് നമ്മളിത് വിസിറ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രിപ്പിലൂടെ. അപ്പം നമ്മുടെ കൂടെ ഒരു 2-3 ഫാമിലി കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ വഴിയെ പരിചയപ്പെടുത്താം അവരെയൊക്കെ. അപ്പോൾ അവർ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടികൾ, അവരെല്ലാവരും ഓരോരോ ഫാമിലി ഓരോരോ വണ്ടിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബൈക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട് അവർ. നിങ്ങൾ ഈ കടലിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കണ്ടല്ലോ അല്ലേ. നമ്മൾ കോസ്റ്റൽ റൂട്ടിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറേ ബെനിഫിറ്റുകളുണ്ട്. നമുക്ക് നല്ല അടിപൊളി വ്യൂവും അതുപോലെ തന്നെ ആ വഴികളിലൂടെയൊക്കെ പോകുമ്പം ഒരു സൈഡിൽ ഫുള്ള് കടൽ, ഒരു സൈഡിൽ ഫുള്ള് മല, അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതിൽ അറ്റ്മോസ്ഫിയറിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് ഇപ്പം ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. ഈ ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമുക്കിവിടെ വരുമ്പോഴത്തന്നെ നമുക്കാണെങ്കിൽ അവിടെ കാറ് ഒക്കെ നിർത്തിയിട്ട് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര അങ്ങനെ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് വ്യൂ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഈ വ്യൂ കാണാനായിട്ട് നമുക്ക് എത്ര കണ്ടെന്നാലും മതി വരുന്നില്ല അങ്ങോട്ട്. നിങ്ങൾ നോർത്തേൺ അയർലൻഡിലുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ നോർത്തേൺ അയർലൻഡ് വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ
നിങ്ങൾ ജെയിൻ കോസ്വേ അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതൊക്കെ നിയർ ബൈ പ്ലേസസിലാണ്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾ പോകുന്നത് ബെൽഫാസ്റ്റ് എന്ന് പറഞ്ഞ വലിയൊരു സിറ്റിയിലാണ്, ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ബെൽഫാസ്റ്റിൽ നിന്നായിരിക്കും പോകുന്നത്. അപ്പം നിങ്ങൾ ഈ പോകുന്നത് അവിടുന്ന് കാണിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് കയറിയുള്ള വഴികളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ കോസ്റ്റൽ റൂട്ട് പിടിച്ച് പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് ഇടയ്ക്കൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല ആ ഒരു ജേർണി നമ്മൾ അറിയില്ല, ഒരു ഡിസ്റ്റൻസ് നമ്മൾ അറിയില്ല. കുറച്ച് സമയ കൂടുതലുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദൂര കൂടുതലുമുണ്ട്. നമ്മളൊക്കെ ഈ സിനിമകളിൽ പണ്ട് ഹിന്ദി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പാട്ടിൻ്റെ ഇടയ്ക്കൂടെ ഇതുപോലെയുള്ളൊരു വഴിയിലൂടെയൊക്കെ പോകുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി റൂട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ, നമുക്ക് അവിടെ വള്ളമാണെങ്കിൽ ഇങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടില്ലേ? അപ്പൊ ഇവിടെ ഒരു സൂത്രം കാണിക്കാം. ജസ്റ്റ് അത് കണ്ടു നോക്കി, ഒരു ചെറിയൊരു ബോട്ട് വണ്ടി കൊണ്ട് കൊണ്ടുപോവാ വിത്ത് യമഹ. ഇപ്പൊ നിങ്ങൾ ഈ ചെറിയ വീടുകളായിട്ട് കാണുന്നില്ലേ, ഇതെല്ലാം ഓരോ ക്യാരവൻ സ്റ്റേ ആണ്. അതായത് നമുക്ക് Airbnb ഒക്കെ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരവൻ സ്റ്റേ ആണ് ഇതൊക്കെ. നമ്മളൊരു ക്യാരവൻ്റെ അകത്ത് കിട്ടുന്ന ഫെസിലിറ്റീസും ബെഡ്റൂം, അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് എല്ലാം തന്നെ ഇതിനകത്ത് കാണും. അപ്പോൾ ഇതുപോലെയുള്ള സ്പോട്ടുകൾ, ഇതുപോലെയുള്ള UK പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള നല്ല സൈറ്റ് സീയിങ് ഉള്ള പ്ലേസസുകളിൽ ഇതുപോലെ ക്യാരവൻ സ്റ്റേകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് അതനുസരിച്ച് ബുക്ക് ചെയ്യാം. അവൈലബിലിറ്റി ഒക്കെ നോക്കി നേരത്തെയൊക്കെ ബുക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ച് റേറ്റ് കുറച്ച് ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മളിപ്പോൾ ജെയിൻ കോസ്വേയുടെ മെയിൻ പാർക്കിങ്ങിൽ വന്നേക്കുവാണ്. ആക്ച്വലി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പൈസ കൊടുത്ത് പാർക്ക് ചെയ്യേണ്ട പോലും കാര്യമില്ല. കാരണം നമുക്കിവിടെ ആൾക്കാരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം, ഫാമിലി ആയാലും ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാർക്കിംഗ് ഉണ്ട്, അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ജെയിൻ കോസ്വേ വന്നേക്കുവാണ്. ജെയിൻ കോസ്വേയിൽ നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേളിൽ ഡ്രോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് അതിൻ്റെ സൈഡിൽ കൊണ്ടുള്ള വഴിക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടാൽ കേട്ടോ. അപ്പോൾ വരാം. അപ്പോൾ നമ്മുടെ വന്നേക്കുന്നത് വിനോദ് ഭായ്, അനീഷ് ചേട്ടൻ, അതുപോലെ തന്നെ ഷിബിൻ, നമ്മുടെ ഫാമിലി വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരും പരിചയപ്പെടാം കേട്ടോ. ഒരു ട്രെയിൻ ഉണ്ട് നമുക്ക്, പഴയ സ്റ്റീം എഞ്ചിനാന്ന് പറഞ്ഞത്. അത് രാവിലെ കണ്ട ഒരു സമയമുണ്ട്, നമ്മൾ ടിക്കറ്റ് കിട്ടില്ല, ലേറ്റായി പോയില്ല. അതിങ്ങനെ പോയിട്ട് ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ എന്നായാലും രാവിലെയൊക്കെ വരുന്നവരാണെങ്കിൽ അതിന് ടൈമിംഗ് ഞാൻ നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ ഇടാം കേട്ടോ. നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ റെയിൽവേ ക്രോസ് ചെയ്ത് വന്ന് നമുക്ക് ഇരുമ്പഴി നടന്നു പോകാം കേട്ടോ. നടന്ന് ജെയിൻ കോസ് വരെ അങ്ങോട്ട് നടന്നു പോകാൻ പറ്റും. മാപ്പ് ഇവിടെ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരുമ്പഴിയാണ് നമ്മൾ നടന്നു പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ 1887 ഉണ്ടാക്കിയതാണ് കേട്ടോ. അതവിടെ കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അടിപൊളി കേട്ടോ. നടന്നു പോകുന്ന വഴികളൊക്കെ തന്നെയാണല്ലോ അടിപൊളി കേട്ടോ. ഇവിടുന്ന് നമ്മൾ ജെയിൻ കോസ്വേയിലോട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഹെഡ്സെറ്റ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജെയിൻ കോസ്വേക്ക് ചെറിയൊരു ഓഫീസ് പോലത്തെ ഒരു സംഭവമുണ്ട്. അല്ല, നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വരുമ്പോൾ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരൊരു ഹെഡ്സെറ്റ് തരും. അതും ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ തന്നെ അതിൽ നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. ആ ഹെഡ്സെറ്റോടെ നമുക്കത് കേട്ട് പോകാൻ പറ്റും. താഴോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇനിയും ഓരോരോ പോസ്റ്റുകൾ ഇതുപോലെ കാണും. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് താഴോട്ട് നോക്കാം. ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ നിർത്താം.
അപ്പോൾ നമ്മൾ ജെയിൻ കോസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ എന്താ അടിപൊളി വ്യൂ ആണ്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് മാറി നിൽക്കുവാണ്, കാരണം അവിടെ നല്ല കാറ്റാണ്, സൗണ്ട് കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയാം. ഇതിന് 2 കഥകളാണ് ഇതിന് പുറകിലുള്ളത്. രണ്ടും ഒന്നാമത്തെ നമുക്കൊരു വിശ്വസനീയമായ കഥയാണ്, രണ്ടാമത്തെ ഒരു കെട്ടുകഥ പോലത്തെ കഥയാണ്. അപ്പോൾ ആ കഥ നിങ്ങൾ കണ്ടു, ആ കെട്ടുകഥ ഒന്ന് കണ്ടിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ കഥയിലോട്ട് പോകാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഴങ്കഥകളുടെയും കെട്ടുകഥകളുടെയും ഒരു നാടും കൂടെയാണ് നമ്മുടെ ഈ നോർത്തേൺ അയർലൻഡ്. അങ്ങനെയുള്ളൊരു രസകരമായ കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നോർത്തേൺ അയർലൻഡിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള നോർത്ത് ആൻട്രം കോസ്റ്റിൽ ഫിൻ മക്കൂൾ എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ ആളുടെ വൈഫായിട്ടുള്ള ഓനയും ജീവിച്ചിരുന്നു. ആ നാട്ടിലുള്ള മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നമ്മുടെ ഫിൻ മക്കൂളിന് കുറച്ച് ശരീരം കൂടുതലായിരുന്നു. അതുകൊണ്ട് അയാളെ ഒരു ജൈൻറ്റ് മനുഷ്യനായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ സ്കോട്ട്ലൻഡിൽ ഇതുപോലെ തന്നെ ഒരു രാക്ഷസനെ ഫിൻ മക്കൂൾ ഒരിക്കൽ കാണുവാനിടയായി. തുടർച്ചയായ ആ രാക്ഷസന്റെ വെല്ലുവിളി സ്വീകരിച്ച് അയാളുമായി യുദ്ധത്തിന് നമ്മുടെ ഫിൻ മക്കൂൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. എന്നാൽ ആ രാക്ഷസനുമായി യുദ്ധം ചെയ്യണമെങ്കിൽ ഈ കടൽ കടന്ന് വേണം ഫിൻ മക്കൂളിന് സ്കോട്ട്ലൻഡിലെത്തുവാൻ. അങ്ങനെ അവിടെയുള്ള നീളൻ പാറകൾ എടുത്ത് വെള്ളത്തിലോട്ട് എറിഞ്ഞെറിഞ്ഞ് ഫിൻ മക്കൂൾ അങ്ങോട്ട് സ്കോട്ട്ലൻഡിലോട്ടുള്ള വഴി നിർമ്മിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ അധ്വാനിച്ച് ഫിൻ മക്കൂൾ അവസാനം സ്കോട്ട്ലൻഡ് വരെ തൻ്റെ വഴി നിർമ്മിച്ചു. അങ്ങനെ സ്കോട്ട്ലൻഡിലെത്തിയ നമ്മുടെ ഫിൻ മക്കൂൾ തൻ്റെ വാളുമായി ആ രാക്ഷസനെ വകവരുത്തുവാൻ അവിടെ എത്തി. അങ്ങനെ ആ രാക്ഷസൻ്റെ അവിടെയുള്ള വലിയ മല വലിഞ്ഞു കയറി ഫിൻ മക്കൂൾ നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോയത്. തന്നേക്കാളും 2 ഇരട്ടി വലിപ്പമുള്ള ഒരു രാക്ഷസൻ. ഫിൻ മക്കൂൾ അപ്പോഴേ തന്നെ ഞെട്ടിത്തെറിച്ച് അതുപോലെ തന്നെ തിരിച്ച് ആ വഴിയിലൂടെ ഓടി സ്വന്തമായി നിർമ്മിച്ച ആ കല്ലിട്ട പാതയിലൂടെ തിരിച്ച് ഓടി നോർത്തേൺ അയർലൻഡിലോട്ട് വരികയാണ്. വീട്ടിൽ വന്ന് പേടിച്ചിരണ്ട നമ്മുടെ ഫിൻ മക്കൂളിനെ തൻ്റെ ഭാര്യയായിട്ടുള്ള ഓന കാണുകയാണ്. ഓന കണ്ട ഓനയ്ക്ക് കാര്യം മനസ്സിലായി, ഇങ്ങനെ രാക്ഷസം വരുന്നുണ്ടെന്ന്. അതിബുദ്ധിമതിയും അതുപോലെ സാമർഥ്യകാരിയുമായ നമ്മുടെ ഓന ഫിൻ മക്കൂളിനെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി നമ്മുടെ രാക്ഷസനെ വരവേൽക്കുവാൻ ഇരുന്നു. പേടിച്ചിരണ്ട് നമ്മുടെ ഫിൻ മക്കൂൾ അകത്തിരുന്നപ്പോൾ ഡോറിൽ മുട്ടൽ കേട്ട് ഓനു ഡോർ വന്ന് തുറന്നു രാക്ഷസനെ അകത്തേക്ക് വിളിച്ചു. തൻ്റെ ഭർത്താവ് കാടിനുള്ളിൽ പോയിരിക്കുകയാണെന്നും അതുപോലെ ഇപ്പോൾ തിരിച്ചു വരുമെന്നുള്ള കള്ളം പറഞ്ഞ് ആ രാക്ഷസനെ അകത്തിരുത്തി നമ്മുടെ ഓന സൽക്കരിക്കുകയാണ്. അങ്ങനെ തനിക്ക് കിട്ടിയ പാനീയം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അകത്തുനിന്നൊരു ചെറിയ കരച്ചിൽ കേട്ട് ആ രാക്ഷസൻ അങ്ങോട്ട് വേഗം ചെല്ലുകയാണ്. ഫിൻ മക്കൂൾ പേടിച്ച് ഒളിച്ചിരിക്കുകയാണെന്നാണ് രാക്ഷസൻ ഓർത്തത്. പക്ഷേ എന്നാൽ അവൾ അകത്ത് ചെന്നപ്പോൾ ഒരു തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടിയെയാണ് രാക്ഷസൻ അവിടെ കാണുന്നത്. നമ്മുടെ ഓന അവിടെ ഉള്ളൊരു ചിത്രം കൂടെ കാണിച്ചു കൊടുക്കും. നമ്മുടെ ഫിൻ മക്കൂളിൻ്റെ കുട്ടിയാണ്. ഇത് കേട്ടപ്പോൾ ആ രാക്ഷസൻ ശരിക്കും വിരണ്ടുപോയി. കാരണം കുട്ടി ഇത്രയും ഉണ്ടെങ്കിൽ അച്ഛൻ എന്തോരെ ആയിരിക്കും എന്ന് ഓർത്ത് ആള് ഡോറ് ചവിട്ടി തുറന്ന് ആ പാലം ഇടിച്ച് തകർത്ത് പോകുന്ന വഴികളിലെല്ലാം ആ പാലം തകർത്താണ് ആ രാക്ഷസൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അതിൻ്റെ അവശേഷിക്കുന്ന ചില ഭാഗങ്ങളാണ് ഇപ്പോഴും ജെയിൻ കോസ്വേ ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ആ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പം നമ്മുടെ രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥയൊന്നും പറയാൻ പറ്റത്തില്ല, അത് ഒരു റിയാലിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 60 മില്യൺസ് എഗോ നമ്മുടെ ഒരു വോൾക്കാനിക് ഇറപ്ഷനിൽ വന്നതാണ് സംഭവം. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹെക്സഗൺ ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത്. വന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് തട്ടായിട്ട് വന്നിരിക്കുന്നുണ്ടോ ഈ സംഭവം. ഇത് കിട്ടുമ്പം പൊട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ മേലിലോട്ട് പൊങ്ങി വരുന്ന ആളാണ്. ഇങ്ങനെ ആറ്റിക്ക് സംബന്ധിച്ച് ഇപ്പം നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഇതിൽ നിന്ന് തണുത്തുറഞ്ഞ് അതിന് മേലിലോട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നതാണ്. ഇത് ഓരോ തട്ടുകെട്ടുകളായിട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇത് വെളിയിലോട്ട് പോകുന്നതും ആ ഒരു സംഭവത്തിലോട്ട് അങ്ങോട്ടൊക്കെ പോകുന്നതൊക്കെ ഈ കല്ലുകളൊക്കെ കാണുന്നത് പണ്ടത്തെ കൂടിയിട്ട് ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. ജെയിൻ കോസ്വേയുടെ ലൊക്കേഷൻ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയായിട്ട് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ആണ് ഇത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കിവിടെ ആൾക്കാർ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട്, ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വരുന്നെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ലൊക്കേഷനാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചത്. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ജെയിൻ കോസ്വേനെ കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ ജെയിൻ കോസ്വേയുടെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം വീഡിയോയും കാര്യങ്ങളും എല്ലാം നമ്മളെ കാണിച്ചിട്ട് ഗൈഡൊക്കെ നമ്മുടെ കൂടെ വന്ന് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പോവാം. ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതുവഴി നടന്ന് അങ്ങനെ പോകാൻ പറ്റും.
ഇപ്പോൾ നമ്മൾ ആ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതിൻ്റെ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ 1883 ദ വേൾഡ് ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് റെയിൽവേ സിസ്റ്റം ബിഗിൻ ഓപ്പൺ ഫ്രം ബുഷ്മിൽ ടു പോർട്ടഷ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എപ്പം എങ്ങോട്ട് എവിടുന്ന് എങ്ങോട്ടെന്നൊക്കെ പറഞ്ഞാൽ ജെയിൻ കോസ് വേ 11 AM, ബുഷ്മിൽസിൽ 11:30 എത്തും. അതുപോലെ സെക്കൻഡ് ട്രെയിൻ 1 o'clock 1:30, പിന്നെ 3 o'clock 3:30 എത്തും. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അഡൽട്സിന് 8, ചൈൽഡിന് 6, കൺസെഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫാമിലിക്ക് 27, ഫാമിലി ഇൻക്ലൂഡിങ് 2 adults 3 children. അപ്പോൾ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈച്ച് ഡേ സംഭവം ക്ലോസ് ബൈ 5 o'clock. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പാർക്കിങ്ങും അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഇതിൻ്റെ ജെയിൻ കോസ്റ്റോടെ പാർക്കിങ്ങും ഇവിടെ തന്നെയാണ്. ഒരു ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ട്, 10 pound ഒക്കെ ആയിട്ട് പേയ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ വന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന കിടിലൊരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത പാർട്ട് 2 വരുന്നുണ്ട്. നമ്മുടെ ഓരോരോ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഈ ഒരു യാത്രയിൽ കവർ ചെയ്യുന്ന ഓരോ ഡെസ്റ്റിനേഷനും. അപ്പം തുടർന്ന് കാണുക. ഓക്കെ.